വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിന് ശേഷം ഒരു മോഹൻലാൽ ചിത്രത്തിൽ നയൻതാര അഭിനയിച്ചില്ല. എന്തുകൊണ്ട് നയൻതാര വീണ്ടും ഒരു മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവർ തമ്മിൽ എന്തോ വലിയ ഇഷ്യൂ ഉണ്ടായി എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ കൂട്ടത്തിൽ നിരവധി സിനിമകളിൽ നയൻതാര അഭിനയിക്കുകയും ചെയ്തു, മലയാളത്തിൽ തന്നെ. എന്നിട്ടും ഒരു മോഹൻലാൽ ചിത്രത്തിൽ എത്തിയില്ല എന്നത് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പല രീതിയിലുള്ള റൂമറുകളും വരാറുണ്ട്. എന്നാൽ മോഹൻലാലിനോട് പോലും ദേഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നയൻതാരയുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്താണ് സംഭവം? അതാണ് എല്ലാവരും നോക്കിയത്. നയൻതാര തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ഇത് വ്യക്തമാക്കിയതും. അഭിമുഖങ്ങളിൽ അത്ര പ്രത്യക്ഷപ്പെടാറില്ലാത്ത നടിയാണ് നയൻതാര. എന്നാൽ ആരാധകർ ഏറെക്കാലമായി അറിയാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടികളുമായി എത്തിയിരിക്കുകയാണ് നടി. ഇപ്പോൾ തന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെ പറ്റിയുമൊക്കെ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് നയൻസ് വെളിപ്പെടുത്തിയത്. അതിൽ തന്നെ മോഹൻലാലുമായി ബന്ധപ്പെട്ട് നയൻതാര പറഞ്ഞ വാക്കുകളാണ് മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതും. തന്റെ സിനിമയുടെ തുടക്കകാലത്ത് ലൊക്കേഷനിൽ വെച്ച് സംവിധായകൻ ഫാസിലുമായി ഉണ്ടായ ഒരു പ്രശ്നത്തെപ്പറ്റി മനസ്സ് തുറക്കുകയായിരുന്നു നയൻതാര. അന്ന് മോഹൻലാലിനോടും ഫാസിലിനോടും തനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിയിരുന്നു എന്നാണ് നടി പറയുന്നത്. മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ നായികയായി അഭിനയിച്ച് തുടക്കം കുറിച്ച നയൻതാര പ്രശസ്തിയിലേക്ക് ഉയർന്നത് തമിഴിലെത്തിയതോടെയാണ്. എന്നാൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ നായികയായി മലയാളത്തിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ നേടിയതിനു ശേഷമായിരുന്നു നടി മറ്റ് ഭാഷകളിൽ സജീവമായത്. ഫാസിൽ സംവിധാനം ചെയ്ത വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലൂടെയാണ് നയൻതാര മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചത്. സൈക്കോളജിക്കൽ ത്രില്ലറായി ഒരുക്കിയ സിനിമയുടെ പിന്നണിയിൽ നടന്ന സംഭവത്തെപ്പറ്റിയാണ് നടി ഇപ്പോൾ തുറന്നു സംസാരിച്ചത്. കരിയറിൽ തുടക്കത്തിൽ താൻ ഒട്ടും പരിശീലനം നേടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധായകൻ ഫാസിൽ സാറിന് എന്നോട് ചില അസ്വസ്ഥതകൾ ഉണ്ടായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്നും എന്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമതായി ഞാൻ മലയാളത്തിൽ അല്ല ചിന്തിക്കുന്നത്. സിനിമയുടെ ഭാഷ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടതോടെ മോഹൻലാൽ സാറും എന്നോട് സംസാരിച്ചു. നയൻ, നിങ്ങൾ ഉള്ളിൽ നിന്നും വികാരത്തോടെ ചെയ്യണം എന്നാണ് മോഹൻലാൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതോടെ എനിക്ക് വളരെയധികം ദേഷ്യം വരാൻ തുടങ്ങി. സാർ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്ത് ഡയലോഗാണ് ഞാൻ പറഞ്ഞതെന്നും എനിക്കറിയില്ല. ഈ മാർക്കിൽ നിൽക്കാൻ നിങ്ങൾ എന്നോട് പറയുന്നു. എന്റെ മുകളിൽ ഒരു നിഴൽ വീഴ്ത്തണം, ആ വാക്കേട്ട് പ്രണയത്തിലാവുക, കണ്ണുനീർ പൊഴിക്കുക എന്നിങ്ങനെ വികാരപരിധിയായി പ്രകടിപ്പിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ എന്റെ ഉള്ളിൽ അങ്ങനെയൊന്നില്ല. എന്റെ ഉള്ളിൽ ആകെയുള്ളത് ഭയം മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞതോടെ അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് ഒരു ബ്രേക്ക് എടുക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പിന്നാലെ ഫാസിൽ സാർ എന്റെ കാര്യത്തിൽ അസ്വസ്ഥനാവുകയായിരുന്നു. 2 മണിക്കൂറോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് ശ്രദ്ധയോടെ കേൾക്കാൻ പറഞ്ഞു. ഞാൻ നിന്നെ ശരിക്കും വിശ്വസിച്ചു. വീണ്ടും ഞാൻ നിന്നെ വിശ്വസിക്കാൻ പോവുകയാണ്. എനിക്ക് നിന്നിൽ നിന്നും ശക്തമായ പെർഫോമൻസ് വേണം. എനിക്കൊരു പരാജയമല്ല വേണ്ടത്. ഇന്ന് വേണമെങ്കിൽ ഞാൻ ബ്രേക്ക് തരാം. നാളെ വരുമ്പോൾ നീ തീരുമാനിച്ചുറപ്പിച്ചിട്ട് വേണം വരാനെന്നും ഫാസിൽ സാർ പറഞ്ഞു. ഇത് കേട്ടതോടെ ഞാൻ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലായി. എന്നിരുന്നാലും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പിറ്റേന്ന് എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല എന്നെ അഭിനന്ദിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്തതായി നടി വെളിപ്പെടുത്തി.